ജനസംസ്കൃതി എന്ന ഈ സംഘം വളരെ ത്യാഗമനോഭാവത്തോടുകൂടി സമർപ്പണ ബുദ്ധിയോടുകൂടി ഇത്രയും ജനതയെ ഒരുമിപ്പിച്ച് ഈ കുട്ടികളുടെ മനസ്സിൽ പുതിയ പൂവുകൾ ഉണ്ടാക്കുന്നു, പുതിയ പുഴകൾ ഉണ്ടാക്കുന്നു. കാണാത്ത ലോകങ്ങളിൽ നിന്ന് ഈണങ്ങൾ കുട്ടികളിലേക്ക് വരുന്നു. ഇന്ന് പ്രത്യേകിച്ചും രാവിലെ കവിത കേട്ടപ്പോൾ തോന്നി, സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. കാണാത്ത ലോകത്തെക്കുറിച്ചുള്ള ഈണം സ്വയം ഉണ്ടാക്കാൻ കുട്ടികൾക്ക് ഏതോ പ്രേരണ കൊടുക്കുന്നു. അങ്ങനെ കുട്ടികൾ അറിയാതെ ഗുരുവായൂർ ആനയെ തൊടുന്നു. കുട്ടികൾ അറിയാതെ ചെന്ന് പെട്ടെന്ന് ഒരു പെങ്ങളുടെ കയ്യിൽ രാഖിച്ചരട് കെട്ടുന്നു. കുട്ടികൾ അറിയാതെ രാത്രി മഴയെ തൊടുന്നു. ഇതൊക്കെ വളരെ വിശേഷപ്പെട്ട അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ കൊടുക്കാൻ, അങ്ങനെ കുട്ടികളെ ഉണർത്താൻ, കുട്ടികളുടെ മനസ്സിലെ പുതിയ മനുഷ്യരെ ഉണർത്താൻ നിശ്ചയമായും ജനസംസ്കൃതിക്ക് സാധിച്ചു.